എല്ലാവർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആമസോണിൽ നിന്ന് വാങ്ങിയ 50 വാട്ടിൻ്റെ സോളാർ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വീഡിയോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലൈറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരുവിധ വയറും വേണ്ട, കണക്ഷനും വേണ്ട. സൂര്യപ്രകാശത്തിൽ നിന്ന് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സോളാർ പാനൽ വഴി നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നു. രാത്രിയാകുമ്പോൾ ഈ കാണുന്ന പോലെ തന്നെ കത്തും. പിന്നെ ഉണ്ടല്ലോ, ഈ കാണുന്ന ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് എവിടെ വേണമെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന എവിടെ വേണമെങ്കിലും ഈ ഒരു ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. പിന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാം. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഹോം ഹോപ്പ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഈ ലൈറ്റ് ആമസോണിൽ വിൽക്കുന്നത്. നല്ല കസ്റ്റമർ കെയർ സപ്പോർട്ടൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പോലെ നല്ല അടിപൊളി പാക്ക് ചെയ്താണ് നമുക്ക് ഈ ഒരു ലൈറ്റ് അവർ അയച്ചു തന്നിരിക്കുന്നത്. എന്തായാലും കൊള്ളാം പാക്കിംഗ് ഒക്കെ. നമുക്കെന്തായാലും ഇത് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പൊക്കെ നോക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു സോളാർ ലൈറ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈറ്റ് വെക്കാൻ പോകുന്ന സ്ഥലത്ത് മിനിമം ഒരു 5 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. സൂര്യപ്രകാശം തീരെ ലഭിക്കില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ വാങ്ങിക്കരുത്. കാരണം ഇത് സൂര്യപ്രകാശം നല്ല രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് രാത്രിയിൽ നല്ല രീതിയിൽ വർക്കാവത്തുള്ളൂ. ഇതാണ് റിമോട്ട്, അത്യാവശ്യം കൊള്ളാവുന്ന റിമോട്ടാണ്. ഈ ലൈറ്റിലെ സോളാർ പാനൽ ഉള്ളതുകൊണ്ട് തന്നെ ലൈറ്റ് നല്ല രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ ഡാമേജും ഇല്ലാണ്ട് നമുക്ക് കിട്ടി. പിന്നെ ഈ കാണുന്ന പോലെ നല്ലൊരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിൻ്റെ ഫുൾ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ റിമോട്ടിൻ്റെ വർക്കിങ്ങും കൊടുത്തിട്ടുണ്ട്. റിമോട്ടിലാണെങ്കിൽ ടൈമറൊക്കെ ഉണ്ട്. നമുക്ക് ടൈമറൊക്കെ വെച്ചിട്ട് ഈ ലൈറ്റ് രാത്രിയിൽ കത്തിക്കുന്ന രീതിയിൽ സെറ്റാക്കി വെക്കാൻ സാധിക്കും. നമ്മൾ ഒരുപാട് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ആണെങ്കിൽ ആദ്യത്തെ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഫുൾ ലൈറ്റിൽ കത്തിക്കും. അതിനുശേഷമാണെങ്കിൽ മോഷൻ സെൻസർ വഴി ആരെങ്കിലും വരുന്ന സമയത്ത് മാത്രം ഫുൾ ലൈറ്റിൽ കത്തിക്കുന്നു. അല്ലാത്തപ്പോൾ മങ്ങി ലൈറ്റ് കത്തിക്കും. അങ്ങനെ കത്തുമ്പോൾ 2 ഉപകാരമുണ്ട്. ഒരെണ്ണം നമ്മൾ കിടക്കുന്ന സമയത്ത് നല്ല പ്രകാശം നമ്മുടെ വീടിൻ്റെ ചുറ്റും കിട്ടേണ്ട ആവശ്യം കുറവാണ്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ ചാർജ് തീരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ബാറ്ററി ഒരുപാട് കാലം ഉപയോഗിക്കാൻ കിട്ടും. ഇതുപോലത്തെ സോളാർ ലൈറ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് മനസ്സിലായ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നല്ല രീതിയിൽ മഴക്കാലം വരുമ്പോൾ സൂര്യൻ അടുപ്പിച്ച് വരാണ്ടിരുന്നാൽ ഒന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ വെളിച്ചം റിമോട്ട് ഉപയോഗിച്ചിട്ട് കുറച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാണ്ട് ഓഫാക്കി ഇടുക. ഫുൾ ചാർജ് നിങ്ങൾ ബാറ്ററിയുടെ തീർക്കരുത്. അങ്ങനെ തീർത്ത് കഴിഞ്ഞാൽ ആ സെല്ലിൻ്റെ ലൈഫ് കുറയാൻ നല്ല ചാൻസ് ഉണ്ട്. ഞാനിത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഏതാണ്ട് 1500 രൂപയാണ് ഇതിൻ്റെ വില വന്നത്. എന്തായാലും ഇതിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറിയിട്ട് ഇപ്പോൾ അടുത്ത പ്രൈസ് ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. ഇതൊരു 50 വാട്ട്സിൻ്റെ സോളാർ ലൈറ്റ് ആണെങ്കിലും നമുക്ക് KSEB നിന്ന് ലഭിക്കുന്ന ആ ഒരു 50 വാട്ട്സിൻ്റെ ലൈറ്റിൻ്റെ വെട്ടമൊന്നും കിട്ടില്ല. ഈ കാണുന്ന പോലെ ഒരു ലൈറ്റാണ് രാത്രി ലഭിക്കുന്നത്. എന്നാലും നമുക്ക് തരക്കേടില്ലാത്ത ഒരു വെളിച്ചം ഇതിനകത്ത് ലഭിക്കുന്നുണ്ട്. അത് കൊള്ളാം. പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും സോളാർ പാനലാണെങ്കിലും ലൈറ്റ് ആണെങ്കിലും ബാറ്ററി ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. 3.2 വോൾട്ടിൻ്റെ 5 വരുന്ന ലിഥിയം സെല്ലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഇതിനകത്താണെങ്കിൽ 6 വോൾട്ടിൻ്റെ ഒരു സോളാർ പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് റിമോട്ട്. സൂര്യപ്രകാശം പോകുന്ന സമയത്ത് ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കത്തുന്നതാണ്. പിന്നെ നമുക്ക് ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ രാത്രിയിൽ ഓഫാക്കി വെക്കാൻ സാധിക്കും. പിന്നെ ഈ 3H എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ 3 മണിക്കൂർ കഴിയുമ്പോൾ ലൈറ്റിൻ്റെ വെട്ടം കുറയും. അതുവരെ നല്ല പ്രകാശത്തിൽ കത്തും. അത്രയുള്ളൂ ഇതിൻ്റെ വർക്കിംഗ് സെറ്റപ്പ്, വേറെ ഒന്നുമില്ല.